അതൊക്കെ കേട്ട് സത്യം പറഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നേക്കണം. ഡോക്ടർ പറഞ്ഞ പ്രത്യേക ഒരു കാര്യമുണ്ട്, 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സുബി സുരേഷിന് സംഭവിച്ച പോലെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കും. ഇല്ലല്ല, ആളെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വഴിയാ. മിച്ചേ മിച്ചേ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മിച്ചേ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരു അവസ്ഥയാണല്ലോ തന്നെ. ഈ സാധനം അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ഇതാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഒരു ചെറിയൊരു ഇത് സംഭവിച്ചേക്കാണ്. എന്താണെന്ന് നമ്മൾ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കണം കേട്ടോ. അതായത് എല്ലാവർക്കും ഇപ്പോൾ വരാൻ ചാൻസ് ഉള്ള സംഭവങ്ങളാണ്. ആരും പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ ഇതിലേക്ക് വരുന്ന സംഭവമാണ്. അതുപോലെ ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും എല്ലാവർക്കും ഇതുപോലെ വരാം. ഞാൻ അപ്പോൾ എന്താണെന്നുള്ള ഡീറ്റെയിൽ പറയാം കേട്ടോ. നമ്മളീ പറഞ്ഞാൽ ഈ വേനൽക്കാലമാണല്ലോ, വെള്ളം കുടിക്കൽ കുറവായിരുന്നു. അതിങ്ങനെ മൂത്രത്തിക്കല്ലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്, രാജഗിരി ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പറയണത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, വ്യക്തമായിട്ട് കേൾക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പലർക്കും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മുൻകരുതലായിട്ട് എടുക്കണം കേട്ടോ. ഈ പറഞ്ഞ പോലെ വീഡിയോ എടുത്ത് ഈ ഫുഡ് അടിയും അതുപോലെ സംഭവങ്ങളൊക്കെ, ഞാൻ മൊത്തത്തിൽ ഫുഡ് കഴിക്കൽ കുറവാണ്, പക്ഷേ വർക്കൗട്ടിങ് കുറവാണ്. സത്യം പറഞ്ഞാൽ വർക്കൗട്ട് കുറവാണ്. ആദ്യമൊക്കെ ജിമ്മിൽ പോയിട്ടിരുന്ന, പിന്നെ ജിമ്മിൽ പോക്ക് നിർത്തി വെച്ചു. ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞാൽ തോന്നുന്ന പോലെയാണ്. ജിമ്മിൽ പോയി കഴിഞ്ഞുള്ള പ്രശ്നം അതാണ്. ഒരു 2-3 ദിവസം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കണ്ടിന്യൂ ആയിട്ട് നമ്മൾ നിർത്തി വയ്ക്കും. അപ്പോൾ ബോഡി വർക്കൗട്ട് കുറച്ചായിട്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇതുപോലെ പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ പറയാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫാറ്റി ലിവർ, ഫാറ്റായിട്ടുള്ള ലിവർ നമുക്ക് വന്നേക്കാണ്. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്കാണ് കിടന്നേക്കുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചതനുസരിച്ച് 4 സ്റ്റേജാണ് നമ്മുടെ ഫാറ്റ് ലിവറിനുള്ളത്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഇതിൽ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ്, ഫോർത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റിട്ടേൺ നമ്മുടെ ലിവർ റിസ്ക് എന്ന് പറയണത്, വരാൻ ചാൻസ് കുറവാന്ന് പറയണത്. അപ്പോൾ അതൊക്കെ കേട്ട് സത്യം പറഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ബോഡി നോക്കണം. നോക്കിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും പല തരത്തിൽ വരും. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ബോഡി വർക്കൗട്ട് ചെയ്യണമെന്നുള്ള കേസാണ് പറഞ്ഞത്. അതുപോലെ ഫുഡ് കൺട്രോളിങ്. ഇപ്പോൾ നിലവിൽ എൻ്റെ വെയിറ്റാണ് നോക്കിയിട്ട് 82 കിലോയാണ് നിലവിൽ കാണിച്ചേക്കണേ. അപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് 76, 77, 78 ആ ഒരു റേഞ്ച് കവിഞ്ഞ് പോരുന്നതാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഫാറ്റ് ലിവർ വന്നേക്കണം, ലിവർ ഫാറ്റ്. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യും, അതുപോലെ വർക്കൗട്ട് അവർ പറയുന്ന വർക്കൗട്ടുകളൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് 1 മാസം 2 മാസം കറക്റ്റായിട്ട് നോക്കി നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിലവിലൊക്കെ പറഞ്ഞ് വിട്ട് ഇപ്പോൾ വീട്ടിലെത്തി. നിലവിൽ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറ്റിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഒരു സംഭവങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാറ്റ് ലിവർ നമുക്ക് മാറ്റിയെടുക്കണമല്ലോ. അപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർക്കും ഒക്കെ ഉണ്ടാവും. അതായത് വേറൊരു കാര്യമുള്ളത്, ഈ ഫാറ്റി ലിവർ ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് ചെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ സംഭവം കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഡോക്ടർ തന്നെ പറയാണ്, ഇത് ഒരിക്കലും ഡയറക്റ്റ് ഒരാൾക്കും മനസ്സിലാവില്ല. ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങളായിട്ട് ചെല്ലാൻ നേരത്താണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ളതായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അൽഫാം, കുഴിമന്തി ഉള്ള അതുപോലത്തെ ആൽക്കുലത്തെ സാധനങ്ങളൊക്കെ കഴിച്ച് ലിവറിൽ ഫാറ്റ് അടഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ അത് എല്ലാ ചെറുപ്പക്കാരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കേസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയുള്ള ഡിസിഷൻ എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ബോഡി വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റിയൊരു നല്ലൊരു ട്രെയിനറെ കണ്ട് ആ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അവർ പറഞ്ഞ പോലെ 1 മാസം നോക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 82 കിലോ ഉള്ളത് 76, 77, 78, മാക്സിമം 77, 78, അതിൽ കൂടുതൽ വരണമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും നാളെ മുതൽ അതിനുള്ള പണിപ്പാട് എന്തായാലും തുടങ്ങിയിരിക്കും. അപ്പോൾ നമ്മുടെ എംറ്റി സ്റ്റൊമക്കിലുള്ള ബോഡി വെയിറ്റ് എത്രയാണെന്ന് നോക്കണം. കയറിക്കട്ടെ, എത്രയുണ്ട്? 82. 82. അപ്പോൾ 82 ആണ് നമ്മുടെ ബോഡി വെയിറ്റ്. ഇനിയിപ്പോൾ ഇറങ്ങാം. വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മുതൽ തുടങ്ങാൻ പോകുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്ന് കണ്ടോ. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാണ് ഇന്ന് മുതൽ. നമ്മൾ പക്ക 1 മാസം അതിലെന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാണിക്കണം, എന്തൊക്കെ നമ്മൾ പ്രവർത്തിക്കണമെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോ. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ 1 മാസം നമ്മൾ ചെയ്തിട്ട് എന്ത് റിസൾട്ട് ഉണ്ടായെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഫാറ്റ് ലിവർ എങ്ങനെയും കുറക്കണമല്ലോ. അപ്പോൾ അതിന് പല ട്രിക്കുകളുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഉറക്കത്തിൽ നിന്ന് പല്ല് വെച്ച് ചായ കുടിക്കാതെ അതിന് മുമ്പ് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ രാത്രി ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ നമ്മൾ അരിയാത്ത ഉലുവല്ലേ, ആ ഉലുവ ഇതിൻ്റെ വെള്ളം കുടിക്കണം. ആ ഉലുവയുടെ ചെറിയൊരു കയ്പൊക്കെ ഉള്ളവരുടെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് വിളിക്കുക. അതിനിട്ട് നമുക്ക് നടക്കാൻ പോവാം. നമ്മുടെ പാടത്ത് കൂടെ കിടന്ന് ഓടാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഗ്രൗണ്ട്. അതിന് എളുപ്പമായി പോയി. ഇന്ന് മാത്രമല്ല കേട്ടോ, എല്ലാ ദിവസവും ഈ 1 മാസം എല്ലാ ദിവസവും രാവിലെ എണിച്ച് നടക്കണം. ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഓക്കെ, ടാറ്റ.
അപ്പോൾ ഡെയിലി 3000 സ്റ്റെപ്പ് നടക്കണമെന്ന് പറയണേ. സ്റ്റെപ്പ് കൗണ്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ അതായത് അവർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ, അവരല്ലാണ്ട് എങ്ങനെ വിശ്വസിക്കണേ. നമ്മൾ ഡെയിലി 3000 സ്റ്റെപ്പ് നടക്കണം. നടക്കണേക്കായി മുമ്പ് കുറച്ച് എക്സസൈസുകൾ ഉണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാണിച്ചാലും നമ്മൾ ബോഡി ഒന്ന് സെറ്റ് ആക്കാൻ വേണം. അതുപോലെ നമ്മുടെ ഫാറ്റി ലിവർ അതൊക്കെ മാറ്റി ഒരു മാസം കൂടി നമുക്ക് സെറ്റ് ആവണം. വെറുതെ നടന്നാൽ പോരാ, കൈയും ഒക്കെ നല്ല സെറ്റപ്പിൽ നടക്കണം. നമ്മുടെ ബോഡി മൊത്തം വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ കുറച്ച് അജലത്തും വെപ്രാളും കൂടുതലുള്ളവരണേ ഈ തണുപ്പത്ത് ഇളം വെയിൽ കൊണ്ട് കിടക്കാൻ നല്ല സുഖമാണ്. വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്യാണ്ട് നടപടിയില്ലാത്ത ദിവസമാണ്. മൂവായിരം സ്റ്റെപ്പ് ഒരു ദിവസം നടക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം അങ്ങനെ പൂർത്തിയായി. ഇനി 30 ദിവസം എന്തായാലും 2 ആഴ്ച കഴിയുമ്പോൾ ചെക്ക് ചെയ്യണം. 2 ആഴ്ച കഴിയുമ്പോൾ ചെക്ക് ചെയ്തിട്ട് എത്ര കിലോ കുറഞ്ഞെന്ന് അറിഞ്ഞൂല. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലെ വിളയാട്ടമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് ഒരു 1/4 മണിക്കൂർ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. ഒരു ദിവസത്തിൽ ഒരു നേരമാണ് അരിയുടെ ഭക്ഷണം കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞേക്കണേ. എന്തൊക്കെ കാണിച്ചാലും വേണ്ടില്ല, ചപ്പാത്തിക്ക് ചപ്പാത്തി നമുക്ക് ഈ ഒരു മാസം കൊണ്ടും നമുക്ക് ചേഞ്ചാക്കി എടുക്കണം. അപ്പോൾ ഒരു നേരം അരി ഭക്ഷണം പറഞ്ഞാൽ നമ്മൾ ഉച്ചക്ക് കണ്ടാ ചോറ് തിന്നണേ, വേറെ റെഡ് മീറ്റൊന്നും കഴിക്കാൻ പാടില്ല. അപ്പോൾ പലർക്കും പല ടൈപ്പായിരിക്കും കേട്ടോ. അതായത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം കഴിക്കേണ്ടതൊക്കെ പല ടൈപ്പായിരിക്കും. എന്ത് കഴിച്ചാലും നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മുടെ ട്രെയിനർ ആരാണ് ആ ട്രെയിനർക്ക് അയച്ചു കൊടുക്കണം. രാത്രിയത്തേക്കുള്ള ചപ്പാത്തിയും അതുപോലെ വെജിറ്റബിൾ കുറുമയും അങ്ങനെ രാത്രിയത്തെ ഒരുപാടും കഴിക്കുക. അപ്പോൾ 3 നേരമായി. 35ാമത്തെ ദിവസം വെയിറ്റ് നോക്കലൊക്കെ വീട്ടിൽ. അപ്പോൾ നമ്മൾ 35ാമത്തെ ദിവസമാണ് ഈ വീഡിയോ എടുക്കണേ. ഈ വീഡിയോ എടുക്കുന്നത് കറക്റ്റ് സമയത്താണ്. നമ്മുടെ സുബി സുരേഷ് കഴിഞ്ഞ ദിവസം നമ്മുടെ യാത്ര പറഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം കൂടി ഇതുമായിട്ട് ടച്ച് ചെയ്ത് പോകുന്ന സംഭവമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ വെയിറ്റ് നോക്കുക. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് നോക്കിയിട്ട് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. 35ാമത്തെ ദിവസം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. കേട്ടോ 76.5 കിലോ ആയിട്ട് നിൽക്കണേ. 82 എന്നുള്ളത് 76.5 കിലോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. 5.5 കിലോയോളം കുറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫാറ്റി ലിവറിനെ ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പോൾ ഈ ഡോക്ടർമാരൊക്കെ പറഞ്ഞതനുസരിച്ച് നമ്മുടെ സുബി സുരേഷിന് സംഭവിച്ചത് നിലവിൽ അതായത് സ്റ്റാർട്ടിങ്ങിൽ ഫാറ്റി ലിവർ ആയിരിക്കാം. ആ ഫാറ്റി ലിവർ നോക്കാണ്ട് ചിലപ്പോൾ അതിന് രോഗമായിട്ട് മാറിയ ശേഷം മരുന്ന് കഴിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത് പിടിച്ച് കിട്ടാത്ത രീതിയിലായിപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഫാറ്റി ലിവറിനെ ആരും നിസ്സാരമായിട്ട് കാണരുട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഒരുമയുള്ള ഓരോരുത്തർ പഠിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു മാസം 35 ദിവസം എന്നെ ട്രെയിൻ ചെയ്തത് ഫിറ്റ് ട്രീറ്റ് കപ്പിൾ എന്ന് പറഞ്ഞൊരു ടീമാണ്. നല്ല കിടിലൻ ടീമാണ് കേട്ടോ. അവരുടെ കറക്റ്റ് നിർദ്ദേശങ്ങൾ, അതുപോലെ ഓരോരുത്തർക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, അതുപോലെ എക്സസൈസുകൾ, വർക്കൗട്ടുകൾ ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നതിൻ്റെ പേരിലാണ് എനിക്ക് 5.5 കിലോ കുറഞ്ഞെന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ ബോഡി ഫിറ്റായി. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഓൺലൈൻ വഴി നമുക്ക് ബോഡി വർക്കൗട്ട് ചെയ്ത് ബോഡി വെയിറ്റ് കുറയ്ക്കാം എന്നുള്ള സംഭവം നമുക്ക് ഗ്യാരണ്ടിയാണ് കേട്ടോ. നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ഗ്യാരണ്ടിയാണ്. എന്തായാലും 35 ദിവസത്തിനുള്ളിൽ എൻ്റെ 5.5 കിലോ കുറഞ്ഞു. അതായത് കറക്റ്റ് അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കണം കേട്ടോ, അല്ലെങ്കിൽ നടപടിയില്ലാത്ത ദിവസമാണ്. അതുപോലെ തന്നെ താഴെ കൊടുത്തേണ്ട നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു ഫ്രീ ഫിറ്റ്നസ് വെബിനാർ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ നേരത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ടിപ്പാണ് അതിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് തികച്ചും സൗജന്യമാണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ എന്തായാലും മാറിയിട്ടുണ്ടാവണം. എന്തായാലും പ്രാർത്ഥിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നോട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.